വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങൾ ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകന് കാഴ്ച ലഭിക്കുന്ന സംഭവം ആദ്യമായിട്ടല്ലല്ലോ കേൾക്കുന്നതും വായിക്കുന്നതും. പലതവണ പല ധ്യാനാവസരങ്ങളിലും ശുശ്രൂഷാവസരങ്ങളിലും വ്യക്തിപരമായൊക്കെ വായിച്ച് അഭിഷേകം സ്വീകരിച്ചിട്ടുള്ള വചനഭാഗം. ഇന്ന് ഈ സമയം, ഈ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രത്യേകമായ അഭിഷേകം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ്റെ അനുഭവത്തിലൂടെ സാധിക്കുന്നവർ ബൈബിൾ തുറക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 47 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 47 ഓൺവേഡ്സ്. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ഞാൻ നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സംഭവം. അതിനുശേഷം സംഭവിച്ച കാര്യവും നമുക്ക് വ്യക്തമായിട്ടറിയാം. യേശു അവനെ സൗഖ്യപ്പെടുത്തി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. അതായത്, യേശു ഇതാ ഒറ്റപ്പെട്ടിരിക്കുന്ന, യാചകനായിട്ടിരിക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു നിൽക്കുകയാണ്. യേശു നിൽക്കുക എന്ന് മാത്രമല്ല, യേശു അവനെ വിളിച്ചു. അവനെ വിളിച്ച് അവനൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതായത്, യാചകനാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നവനാണ്, അന്ധനാണ്, അവന് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി അവൻ വിളിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ദാവീദിൻ്റെ പുത്ര, എന്നിൽ കരുണയായിരിക്കണം, എന്നിൽ കനിയണം. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം പോലെ യേശു അവൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് അവനെ യേശു ബഹുമാനിക്കുന്നതിൻ്റെ സൂചനയായി അവനെ വിളിച്ച് ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിർത്തി അവനെ ആദരവ് കൊടുക്കുകയാണ്, അവനെ അംഗീകരിക്കുകയാണ്, അവനെ മാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ കാര്യം ഒറ്റപ്പെട്ടവരും സഹിക്കുന്നവരും ഒരുപക്ഷെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എന്ന് കണക്ക് കൂട്ടുന്ന, ജീവിതത്തിൻ്റെ ദുഃഖം പേറുന്ന വ്യക്തിയോടും ഈശോ പറയുന്നു, നിന്റെ പ്രാർത്ഥന വഴി ദൈവം മാനിക്കും, നിനക്കൊരാദരവ് ലഭിക്കും, നിനക്ക് അംഗീകാരമുണ്ട്. ബർത്തിമീസിനെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിലാണ് യേശു. അങ്ങനെയാണ് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46-ാം വചനം പറയുന്നത്, അവർ ജെറീക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമീസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കപ്പുറം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നൊരുവൻ്റെ പ്രാർത്ഥന യേശു കേട്ടു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലെ യേശു നിന്നു. അതിനുശേഷം യേശു അവനെ ആദരിക്കുന്നു, യേശു അവനെ ബഹുമാനിക്കുന്നു, അവനെ മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ തേടുന്നൊരു വ്യക്തിയാണെങ്കിൽ, വചനം എന്താ പഠിപ്പിക്കുന്നത്? നിന്നെ ദൈവം മാനിക്കും. നിന്നെ ദൈവം ബഹുമാനിച്ച് ആദരവോടുകൂടി നിന്നെ അപമാനിച്ച,
നിന്നെ വെറുത്ത, നിന്നെ വിമർശിച്ച അതേ ജനത്തിൻ്റെ മുമ്പിൽ നിന്നെ പിടിച്ച് നിർത്തും. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് സക്കേവുസ്. നമുക്കറിയാം സക്കേവുസ് ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം. 19-ാം അധ്യായത്തിൽ സക്കേവുസിനെ കുറിച്ച് വായിച്ചു വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നൊരു വചനഭാഗം എന്താണെന്നറിയോ? 19-ാം അധ്യായം 5-ാം വചനം. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 5. വചനം ഇങ്ങനെയാണ്: അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവുസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സക്കേവുസിൻ്റെ അവസ്ഥ എന്താ? ആരും എന്നെ കാണരുത്, ചമ്മലോടുകൂടെ ദേ ആ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാണ്. സെക്കമൂർ എന്ന മരത്തിൻ്റെ മുകളിൽ മറഞ്ഞിരിക്കുന്ന അപമാനിതനായ ഒരുവൻ. ഈശോ എന്ത് ചെയ്തു? ഈശോ ആ മരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് ഏതോ ഒരു സുഹൃത്തിനെ വിളിക്കുന്ന പോലെ വിളിക്കുകയാണ്, സക്കേവുസേ, നീ ഇറങ്ങി വാ. പേരെടുത്ത് വിളിക്കുന്നു. നമുക്കറിയാം, എല്ലാവരെയും പേരെടുത്ത് വിളിക്കാറില്ല. പേരെടുത്ത് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പേരറിയാം, ആ വ്യക്തി അറിയാം, അത്രത്തോളം ഒരു ബന്ധമുണ്ടെന്നുള്ള ഒരു സൂചനയാണ്. ഇതാ യേശു സക്കേവുസിനെ പേരെടുത്ത് വിളിക്കുകയാണ്, സക്കേവുസേ, നീ ഇറങ്ങി വാ. ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് പറഞ്ഞു തീർക്കാനുള്ളതിനപ്പുറം ചില കാര്യങ്ങൾ സക്കേവുസേ, എനിക്ക് നിൻ്റെ ജീവിതത്തിലുണ്ട്, നീ ഇറങ്ങി വന്നേ. ജെറീക്കോയിലൂടെ കടന്നു പോകുന്ന യേശു, ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകനും ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ, അതേ യേശു ഈ ശുശ്രൂഷ സമയത്ത് നിൻ്റെ ജീവിതത്തിലോട്ടും കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ജനത്തിൻ്റെ മുമ്പിൽ അപമാനിതനാകാൻ, ലജ്ജിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന സമയമാണ് സക്കേവുസിൻ്റേത്. എന്നാൽ ദൈവം അവനെ ലജ്ജിതനാകാനോ അപമാനിതനാകാനോ വിട്ടുകൊടുത്തില്ല. അവനെ വിളിച്ച് ആ കൂട്ടത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ട് സക്കേവുസിനോട് പറഞ്ഞു, ഏതോ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സക്കേവുസിനോട് പറയുക, സക്കേവുസേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവനെ ആദരിക്കുക മാത്രമല്ല, അവൻ്റെ കുടുംബത്തെ മാനിച്ചു യേശു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥ അതെത്ര ദാരുണമാണെങ്കിലും, അപമാനിക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും, ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിലും, ഈശോ നൽകുന്ന വാഗ്ദാനം എന്താ? ഈശോ നിന്നെ ഇതാ ദൈവജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഈ കാര്യം വീണ്ടും വീണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വലിയൊരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. വചനം ഇങ്ങനെയാണ്: അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ഈശോയുടെ ഉള്ളിൽ കരുണ നിറഞ്ഞു. ഈ നിറഞ്ഞ കരുണ എന്തായി മാറി? അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു. ആരെയാണെന്ന് ഓർക്കണം? കുഷ്ഠരോഗിയെ. കാലം എന്താണ്? ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗി എന്ന് പറയുന്നവന് പൊതുജനമധ്യത്തിൽ വരാൻ പാടില്ല. അവൻ ഒറ്റപ്പെട്ടിരിക്കണം. അപമാനിക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായതാണ്. അങ്ങനെ തകർന്ന് തരിപ്പണമായ പൊതുജനമധ്യത്തിൽ അംഗീകാരമില്ലാത്ത രോഗിയായ ഒരുവനെ യേശു മുമ്പിലോട്ട് മാറ്റി നിർത്തുവാണ്. ദൈവജനത്തിൻ്റെ മുമ്പിലേക്ക് മാറ്റി നിർത്തുവാണ്. അവനെ സ്പർശിച്ചു, അവൻ്റെ കയ്യിൽ തൊട്ടു, അവനെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, അവനെ അംഗീകരിക്കുകയാണ്. അവനെ ദൈവജനത്തിൻ്റെ മുമ്പിൽ മാനിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം മാനിക്കും. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ, നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ആദരിക്കും, ബഹുമാനിക്കും, മാനിക്കും. അത് ഉറപ്പാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 33-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ്: യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു.
ബധിരനെ സുഖപ്പെടുത്തുന്ന രംഗം. ഈശോ അവനെ സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ ഉള്ളിലുണ്ടായ കരുണ ഇതാ ഒരു സ്പർശനമായിട്ട് മാറുകയാണ്. നമ്മൾക്കൊക്കെ കരുണയുള്ളവരാണ് അല്ലേ? സ്നേഹം തോന്നുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ സഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കരുണയാണ്. പക്ഷേ നമ്മുടെ ഒരു കരുണയ്ക്കൊരു കുഴപ്പമുണ്ട്. അത് കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ആ കരുണ മാറും. ഉദാഹരണത്തിന് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ പ്രായമുള്ള ഒരു വല്യപ്പൻ നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള കരുണ എന്താ? ദൈവമേ, ഇനി ഈ വല്യപ്പനെ ആ ബസ്സിൽ കയറാൻ അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടത്താൻ ഒക്കെ സഹായിക്കണ്ടേ എന്നൊരു കരുണ നമ്മുടെ ഉള്ളിൽ വന്നു. ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ചില ഉത്തരങ്ങൾ നമ്മൾ അതിന് നൽകും. എന്താണത്? സാരയില്ല, ആരെങ്കിലുമൊക്കെ പിടിച്ച് ആ വല്യപ്പൻ ബസ് കയറുകയോ റോഡ് മുറിച്ച് കടക്കുകയൊക്കെ ചെയ്തോളും അല്ലേ? നമ്മുടെ കരുണയൊക്കെ വളരെ ഷോർട്ട് ടൈം കരുണകളാണ്. ഇപ്പോൾ ഒരു സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു അല്ലേ? ചില കവിതകൾ വായിക്കുന്നു, ചില കഥകൾ വായിക്കുന്നു. എന്തൊരു കരുണയാണെന്നോ നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ ചില സിനിമയെ കാണുമ്പോൾ കരയുന്നത്. നമ്മുടെ ഉള്ളിൽ സങ്കടമാണ്. പട്ടിണി കിടന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ സങ്കടവും ഭാരവുമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് സമയം കഴിയുമ്പോൾ ആ കരുണ മാറിപ്പോവും. ഈശോ കരുണ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ചെയ്ത പ്രവൃത്തി എന്താ? ഈശോ അവനെ സ്പർശിച്ചു എന്നു മാത്രമല്ല, ചേർത്ത് പിടിച്ചിട്ട് ദൈവജനത്തിൻ്റെ മുമ്പിൽ ആ വ്യക്തിയെ അംഗീകരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള മറ്റൊരു സംഭവമുണ്ട്. അത് 23-ാം തിരുവചനമാണ്. അന്ധന് കാഴ്ച. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. മർക്കോസ് വിശേഷകൻ വളരെ ചെറിയ രീതിയിൽ എഴുതിയിരിക്കുന്ന ഈ വചനം അനേകം അർത്ഥങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. യേശു അവനെ കൈക്ക് പിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനെ കൊണ്ടുപോകുന്നത് പോലെ ഇതാ ചേർത്ത് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. യേശുവിനെ നോക്കാൻ, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശു യാത്ര ചെയ്യും. നിൻ്റെ ചുമലിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ യേശു കടന്നു വരും. പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയെ യേശു മാനിക്കും. അവന് ദൈവജനത്തിൻ്റെ മുമ്പിൽ ആദരവ് നൽകും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള മറ്റൊരു വചനഭാഗം കൂടെയുണ്ട്. അത് 28-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ചാണ്. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അടുത്ത വചനം വായിച്ചോണം. യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? അപ്പോൾ എന്താ ശിഷ്യന്മാർ പറഞ്ഞു? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്ന നീ കാണുന്നില്ലേ? എന്നിട്ട് ആരാണ് എന്നെ സ്പർശിച്ചെന്ന് ചോദിക്കുന്നുവോ? ആരാണത് ചെയ്തെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്നു വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം പറഞ്ഞു. വചനം 34, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീ എത്ര വർഷം? 12 വർഷം. അപമാനിത, രോഗപീഠ, സമൂഹത്തിലില്ല, കുടുംബത്തിലില്ല, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടൊരു വ്യക്തി. ഈ വ്യക്തിയെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അതാ പിടിച്ചു നിർത്തി മുമ്പിലോട്ട് കൊണ്ടുവന്ന് ദൈവജനത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കുകയാണ് യേശു. ജനത്തിൻ്റെ മുമ്പിൽ ഒരു ആദരവ് കൊടുക്കുകയാണ് ആ സ്ത്രീക്ക്. പ്രിയപ്പെട്ടവരെ, അവൾ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രത്തിലല്ല, ഹൃദയത്തിലാണ്. അത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ യേശു എന്തു ചെയ്യും? ഒരിക്കലും അപമാനിതയാവാനോ ലജ്ജിതയാവാനോ വിട്ടുകൊടുക്കുന്നില്ല.
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, നിന്നെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല. നീ ലജ്ജിതയാവാൻ ദൈവം അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ദൈവജനത്തിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ പ്രതിഷ്ഠിക്കും. നിനക്ക് ആദരവ് ലഭിക്കും. എവിടെയാണോ നിന്നെ വിമർശിച്ചത് അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുന്നത്, സങ്കീർത്തകൻ 34 അധ്യായം അതിൻ്റെ 18 തിരുവചനം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആർക്കാണ് കർത്താവ് സമീപസ്ഥൻ? മനമുരുകിയവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക്. ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ്റെ പ്രാർത്ഥന മനമുരുകിയ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ടാണ് യേശു അവിടെ നിന്നത്. സെൻറ്റ് മാർക്സ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 18, The Lord is near to the broken hearted and saves the crushed in spirit. നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ഏതെങ്കിലും തരത്തിൽ സങ്കടത്തിലാണെങ്കിൽ, തകർന്ന അവസ്ഥയിലാണെങ്കിൽ, ഇതാ ഈശോ നിന്നോട് പറയുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, ഒരു പക്ഷേ വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അധ്വാനിച്ചു, വൈകുന്നേരം ആകുമ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലം പോലെ നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. പ്രാർത്ഥിച്ച് ഉടനടി കിട്ടണം, ഒരു മാസത്തെ സാലറി ഇനി കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കണമെന്നില്ല. പക്ഷേ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതിന് പക്ഷേ 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി മോനിക്ക എന്ന് പറയുന്ന ഒരു അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു വർഷങ്ങളേറെ. എന്ത് സംഭവിച്ചു? ഏറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മകൻ വിശുദ്ധനായി എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച അമ്മയും വിശുദ്ധയായി. അതായത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തലമുറകൾ കഴിഞ്ഞാലും അനുഗ്രഹമുണ്ട്. ഇന്നൊരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നീ അത്യാവശ്യം നല്ലതെന്ന പോലെ സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, ഇതിനു മുമ്പ് ആരൊക്കെയോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ഈ സ്വസ്ഥത. ദൈവം പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ മാനിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ വിമർശിക്കാൻ, അപമാനിക്കാൻ ചുറ്റുവട്ടത്തും അനേകരുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടില്ലേ, 10 അധ്യായം 48 തിരുവചനത്തിൽ, അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബർത്തിമീസിനെ കുറിച്ച് പറയുമ്പോൾ 48 വചനം പറയുന്നു, നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എടാ, നീ മിണ്ടാണ്ടിരിക്കുക. നീ വിചാരിക്കുന്നുണ്ടോ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുമെന്ന്? പലരും വന്ന് നിന്നെ നിരുത്സാഹപ്പെടുത്തും. പ്രാർത്ഥിക്കണ്ട, ഇതെന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്നൊക്കെ പറയും. പക്ഷേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടാണ് നിൻ്റെ കുടുംബം നിലനിൽക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം ബിസിനസ് നടത്തുന്നവരാണ്. ആ കുടുംബനാഥ നന്നായി പ്രാർത്ഥിക്കും. ഭർത്താവിന് ഭാര്യയുടെ ഈ പ്രാർത്ഥന അത്ര വലിയ താല്പര്യമില്ല. രാത്രിയിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ ഈ സ്ത്രീക്ക് ഒത്തിരി സമയം ഇരുന്ന് വചനം എഴുതി പഠിക്കും, പ്രാർത്ഥിക്കും. അപ്പം നാളുകൾക്ക് മുമ്പ് ഈ സഹോദരൻ, ബിസിനസ്സുകാരൻ, ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ, ഇവളുടെ ഈ പ്രാർത്ഥന കൊണ്ട് ഒരു രക്ഷയില്ല അച്ഛാ, എപ്പോഴും പ്രാർത്ഥനയാണ്, വല്ല കന്യാസ്ത്രീ മഠത്തിലൊക്കെ വിടേണ്ടത്, എന്നാ പ്രാർത്ഥന അച്ഛാ. എന്നിട്ട് പറഞ്ഞ് കളിയാക്കൽ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ കുടുംബനാഥൻ നമ്മുടെ ബിസിനസ്സുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, ഇത്രയും വലിയ തകർച്ചയൊക്കെ ഉണ്ടെപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഒരു സമയത്ത് അപമാനിച്ചു, എന്നാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്താ പറയുന്നത്? എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ബ്രദർ മൈന് സെമിനാരിലാണ്. ആ സമയത്തൊരു ബ്രദർ നന്നായി പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ ദൈവിക അനുഭവങ്ങളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചേർന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആ ബ്രദർ വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കും. അന്ന് അദ്ദേഹം ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിതത്തിൽ വലിയ ദൈവാനുഭവം കിട്ടി വന്ന വ്യക്തിയാണ്. മണിക്കൂറുകൾ പള്ളിയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ മൈനസ് സെമിനാരിലാണ്, കാര്യത്തിന് വകതിരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ ബ്രദറിനെ ഞങ്ങൾ കളിയാക്കും.
അയാൾക്ക് ഞങ്ങളിട്ട പേരാണ് പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അയാൾ വരുമ്പോൾ ഞങ്ങളൊക്കെ ദേ പ്രൈസ് ദ ലോർഡുകാരൻ വരുന്നു എന്നൊക്കെ കളിയാക്കും. എന്നാൽ ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ആ നാളുകളിലും നമ്മുടെ വീട്ടിലൊരു പ്രതിസന്ധിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാർക്ക് ഒരു പ്രാർത്ഥനാ സഹായം വേണം എന്നൊക്കെ വരുമ്പോൾ ഓടിച്ചെന്ന് പറയുന്ന ആരോടാണെന്നറിയോ? ഈ കളിയാക്കുന്ന ഈ ബ്രദറിൻ്റെ അടുക്ക തന്നെ ചെന്നിട്ടാണ് പറയുന്നത്. എന്ത്? ബ്രദറെ പ്രാർത്ഥിക്കണം കേട്ടോ, വീട്ടിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വിമർശിക്കാൻ ഒത്തിരി പേരുണ്ടാവും. എന്നാൽ ആ വിമർശിക്കുന്നവരുടെ മുമ്പിൽ തന്നെ കർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഉയർത്തും. അത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയ സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തു നോക്കിക്കോ. നിങ്ങളൊരു പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ, അസ്വസ്ഥപ്പെടുത്താൻ അനേകരുണ്ടാവില്ലേ? ദേ ഒരു പ്രാർത്ഥനക്കാരൻ നടക്കുന്നു അല്ലേ, ദേ പ്രാർത്ഥനക്കാർ വരുന്നു എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയാണ് കുടുംബത്തെ നിലനിർത്തുന്ന വലിയൊരു ശക്തി. എന്നു മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം നിൽക്കും. വിമർശിച്ച അതേ ആളുകളുടെ മുമ്പിൽ. നമ്മളിപ്പോൾ വായിച്ച എന്താ? ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ. ആ യാചകനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദൈവജനം. എന്നാൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 49-ാം വചനം, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. ആരാ ഇത് പറഞ്ഞത്? അല്പസമയം മുമ്പ് എടാ നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ അതേ ദൈവജനം ഇപ്പോൾ പറയുന്നു, യേശു നിന്നെ വിളിക്കുന്നു. അതായത് നീ എവിടെയാണോ അപമാനിക്കപ്പെടുന്നത്, എവിടെയാണോ നിന്ദിക്കപ്പെടുന്നത്, കണ്ണുനീരൊഴുക്കുന്നത്, അവരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ മാനിക്കും. അവരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ മാനിക്കും. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം നിൽക്കുമെന്ന് മാത്രമല്ല, അന്തരീക്ഷം പോലും ദൈവം അപ്രകാരം ഒരുക്കും. ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ നമ്മളോട് പറയുന്നു, കഷ്ടപ്പാട് വരുമ്പോൾ നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് കടന്നു പോകുന്ന എത്ര സങ്കടകരമായ കാര്യമാണെങ്കിലും, ആർക്കും നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഉറക്കമില്ല, കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമില്ല. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ പ്രാർത്ഥിക്കണം, പള്ളിയിലൊക്കെ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം. ഞാനിത് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛാ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബം, എൻ്റെ ഭാര്യനെ അറിയത്തില്ലേ, അച്ഛൻ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്, ഞങ്ങൾക്ക് അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും വലിയ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടോ, പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കണം. അപ്പോൾ വീണ്ടും ഇയാൾ പറയുന്നത് എന്താണ്? അച്ഛൻ ഞങ്ങൾ പാരമ്പര്യ ക്രൈസ്തവരാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരോടും കന്യാസ്ത്രീയോടും സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ അതല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആത്മീയമായൊരു വളർച്ച വേണം. നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റേതായ മാറ്റം വേണം. അതായത് ചേട്ടൻ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം. നമ്മളൊക്കെ പലപ്പോഴും ഈ ചേട്ടനെ പോലെയാണ്. നമ്മളൊക്കെ ഒത്തിരി പറയും, പക്ഷേ നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ബർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ, അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ അവൻ മിണ്ടാണ്ടിരുന്നില്ല. മറിച്ച് അവൻ്റെ ഉള്ളിൽ അത്രത്തോളം ആഗ്രഹം. അവനൊരു കാര്യം അറിയാം, എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് യേശുവാണ്. അവൻ നിന്നാൽ, അവൻ എന്നെ നോക്കിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അന്ധനെ ദൈവജനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തി അവന് കാഴ്ച നൽകി യേശു. ചുങ്കക്കാരനെ മരത്തിൽ നിന്നിറക്കി ദൈവജനത്തിൻ്റെ മുമ്പിൽ അംഗീകരിച്ച യേശു. 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട് ദൈവജനത്തിൻ്റെ മുമ്പിൽ അപമാനതയായിരുന്ന സ്ത്രീയെ മുമ്പിൽ നിർത്തി അംഗീകരിച്ച യേശു. അന്ധനെ കൈക്ക് പിടിച്ച് ദൈവജനത്തിൻ്റെ മുമ്പിൽ അംഗീകരിച്ച യേശു. ദേ ഈ ശുശ്രൂഷ സമയം നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ മുമ്പിലും
ദൈവം നിൽക്കും എന്ന് മാത്രമല്ല, നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട്. നിന്നെ അപമാനിക്കുന്ന, നിന്നെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള വലിയൊരു അഭിഷേകം ബർത്തിമീസിലൂടെ നമുക്ക് സ്വീകരിക്കാം. ദൈവസമർത്ഥമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.